പൂനെ നമ്മളിപ്പോൾ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് മെട്രോ കയറി ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ 4:30 ഒക്കെ ആയപ്പോൾ ഇവിടെ എത്തി പൂനെയിൽ. ഇന്നലെ രാത്രി കയറിയതാ ട്രെയിൻ. ഓൾമോസ്റ്റ് ഒരു 24 hours ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിനിൽ. 24 hours ഇല്ല, ഒരു ഫുൾ ഡേ ഇരുന്ന് നമ്മളിവിടെ എത്തി. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് ഹരിഹർ ഫോർട്ട്, ബ്രഹ്മഗിരി, അങ്ങനെ മഹാരാഷ്ട്രയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം. മഹാരാഷ്ട്ര ട്രിപ്പാണ്, ഒരു ചെറിയ വലിയ മഹാരാഷ്ട്ര ട്രിപ്പാണ് നമ്മൾ ഫുൾ ഡേ ട്രെയിനിലിരുന്നുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പൂനെന്ന് നാഷിക്കിലോട്ടുള്ള ബസ് എടുക്കും. നമ്മൾ ഓൾറെഡി ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. 5 രൂപേനാണത്. അങ്ങനെ അത്രേ ഉള്ളൂ. दरवाजे डाव्या बाजूने उघडतील. यह रूबी हॉल्स क्लिनिक स्टेशन 1. മല്ലു സ്റ്റോറീസിൽ നമ്മൾ നേരത്തെ ട്രെയിനിലിരിക്കുമ്പോഴേ നോക്കിയിട്ടുണ്ടായിരുന്നു. മല്ലു സ്റ്റോറീസിൽ തന്നെ ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ ഒരു വെജ് മീൽസും ഒരു മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇവിടെ നല്ല എസ്തറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു സ്ഥലം അല്ലേ? ഞങ്ങളുടെ ലൈഫ് കുറച്ച് എന്താ പറയാ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ്. I will take a photo. ഞങ്ങൾ ഹരിഹർ ഫോർട്ട് എത്തി. ഹരിഹർ ഫോർട്ട് എത്തി. ഞാനുണ്ട്. ഞങ്ങളിവിടെ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടൊക്കെയാണ്. എന്നിട്ട് നമ്മൾക്ക് നടന്നു പോകേണ്ടി വരും അങ്ങോട്ട്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് നിൽക്കണേ. നമുക്ക് പോകേണ്ട സ്ഥലം ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ മുളിക്കാറുണ്ട്. വീഡിയോ നിൽക്കുന്ന സ്ഥലം ഇത്. ഹരിഹർ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ മാഗി കഴിക്കാൻ വേണ്ടി വന്ന് റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കണേണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നേരത്തെ ട്രക്ക്? ഇനി എന്തോരം പോവാണ്ട്. ഇവിടെ മാഗി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിവിടെ കേറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഈ കൊരങ്ങന്മാരെ കൊണ്ട് നമുക്ക് കേറാനേ പറ്റിയിട്ടില്ല മര്യാദ സമാധാനത്തില്. നമ്മളിപ്പോൾ ഹരിഹർ ഫോർട്ടിൽ ഏറ്റവും മുകളിലൊക്കെ എത്തി. മുകളിലൊക്കെ കയറി. അത്ര കൊണ്ടൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഇച്ചിരി വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. വെയിലുണ്ട്, തണുപ്പുണ്ട്. ഹരിഹർ ഫോർട്ടിന്റെ ടോപ്പിലെത്തി. ഇങ്ങനെ
അതാണ് ശരിക്കുള്ള ടോപ്പ് ഇത്. പക്ഷേ വീഡിയോസിലൊന്നും അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടാവണം എന്നില്ല ഈ സ്ഥലം. കൂടുതൽ പേരും ആ സ്റ്റെപ്പാണ് കാണിക്കുക മെയിനായിട്ട്. അതും കഴിഞ്ഞ് വീണ്ടും കാണാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോസിൽ നമ്മൾ അധികം കാണാത്തതാണ്, ഇവിടെ വന്നപ്പോഴാണ് നമ്മളും കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഹരിഹർ ഫോർട്ട് എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. വേണമെങ്കിൽ എക്സ്പീരിയൻസ് മാത്രം ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇടാനുള്ളത് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറെ വീഡിയോസ് വികാസങ്ങളെ സംഭവിച്ചു. കാരണം അത്രയും കുരങ്ങന്മാര് ശല്യമായിരുന്നു. എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടിയിരുന്നത്. പിന്നെ തുമ്പിയുടെ മുടിയുമൊക്കെ പിടിച്ച് വലിച്ച് തുമ്പിക്കാണ് ഏറ്റവും അറ്റാക്ക് കിട്ടിയത്. അവരെന്താന്ന് വെച്ചാൽ അവര് നമ്മുടെ ജാക്കറ്റും ബാഗൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് നോക്കും എന്തെന്നാ ഉള്ളിലുള്ളതെന്ന്. നമ്മളെടുത്ത് കയറുന്ന മുന്നേ തന്നെ അവരടിയിൽ നിന്ന് പറഞ്ഞു തരും. നമ്മളെല്ലാവരും ജാക്കറ്റിന്റെ ഉള്ളിലാണ് ബാഗ് ഇട്ടിരുന്നത്. എന്നിട്ടും അപ്പൊ അവർക്കൊന്നും കിട്ടാനില്ല. അപ്പൊ നമ്മളെ പോക്കറ്റൊക്കെ വന്ന് തപ്പും, ജാക്കറ്റൊക്കെ വന്ന് തപ്പും. ചില ഐറ്റങ്ങൾ തപ്പിപ്പോവും. ചിലരുടെ നമ്മള് പാനിക്കായിട്ട് ഒച്ച എടുക്കുമ്പോൾ ഇവര് വന്നത് നമ്മള് മേത്തിക്ക് ചാടാ, ഒച്ച വെക്ക, മുടി പിടിച്ച് വലിക്കുക. അപ്പൊ നമ്മള് എക്സ്ട്രാ പാനിക്കാവും. അതും നമ്മളെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പിന്റെ അവിടെ നിൽക്കുമ്പോ 80 ഡിഗ്രിയിലാണ് നമ്മൾ നിക്കണത്. അവിടെയാണ് ഇവര് വന്ന് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കൈയൊക്കെ വിട്ടുപോയാൽ ഇവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോ വീണ് തീർന്നില്ലേ. പറയണ്ട, ഞാനൊക്കെ പേടിച്ചാണ് കേറിയത്. പക്ഷെ വേറെ ഒന്നല്ല, ഈ കൊരങ്ങന്റെ ഒരു സീൻ അതാണ് എനിക്ക് തോന്നിയത്. അതൊഴിച്ച് നമ്മളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ. എനിക്കൊന്നും മഴ സീസൺ ഒന്നും അല്ലാത്തതുകൊണ്ട് അത്ര ഡേഞ്ചറസ് അല്ല. നമ്മൾ കെയർഫുൾ ആയിട്ട് കയറിയാൽ മാത്രം മതി. അത്ര സ്ലിപ്പറി ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്, നമ്മൾ ഹരിഹർ ഫോർട്ടിന്റെ. ആ ഫോർട്ടിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് എത്താൻ കുറച്ച് നമ്മള് ട്രക്ക് ചെയ്ത് വരണം, നടന്ന് വരാനുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ കേട്ടിട്ടില്ല ആരും പറഞ്ഞു. കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പേര് ഇവിടെ നല്ല, ഈ സ്ഥലത്തില് ഏറ്റവും കുറച്ച് നല്ലൊരു സ്ഥലം ഇതാണ്. ഭംഗിയുണ്ട് ഇവിടുത്തെ ഈ അമ്പലമൊക്കെ കാണാൻ. നമ്മ കണ്ടത് ശ്രീ ഗജനൻ മഹാരാജ് സംസ്ഥാൻ. ഇത് എനിക്ക് അമ്പലമാണോ, ഇത് അമ്പലം അല്ലെങ്കിൽ എന്തോ ഒരു സെയിന്റ് പോലത്തെ ആളെ വർക്ക്ഷിപ്പ് ചെയ്യണ സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ ത്രിഭംഗേശ്വറിലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് പോലത്തെ സ്ഥലമുണ്ട് ഇവിടെ. അവിടെയാണ് ഈ അമ്പലം ഉള്ളത്. നമ്മളിവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യണത്. ഇന്നലെ നമ്മൾ റൂം എടുത്ത്, ഇന്നിപ്പോ നമ്മ ഇവിടെയാണ്. ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഈ ഡോർമെട്രീസും റൂംസും അവൈലബിൾ ആണ്. നല്ല വൃത്തിയുമുണ്ട്, നല്ലൊരു ആംബിയൻസും ഉണ്ട് ഇവിടെ. ഫുഡും എല്ലാം. ഇത് ഭയങ്കര ഒരു വില്ലേജ് ഏരിയ പോലത്തെ സ്ഥലം, പ്രത്യേകിച്ച് ഈ അമ്പലത്തിന്റെ ഏരിയ ഒക്കെ. ഏത് ത്രിഭംഗേശ്വര അമ്പലം. പക്ഷെ ഈ ഒരു സ്ഥലം മാത്രമാണ് കുറച്ചും കൂടി വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട്. എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന്റെ ഇങ്ങനെ അമ്പലത്തിന്റെ ഇതൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് വെച്ചേക്കുന്നത്. ഇങ്ങനെ കുറച്ച് ചെടികളും ഇതൊക്കെ ആയിട്ട് നല്ല പീസ്ഫുൾ ആണ്. ഇവിടെ വൈകുന്നേരം വന്നിരിക്കുന്നത് എന്ത് പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. ഇവിടെ എന്തോ ഭജനയും അതൊക്കെ കഴിഞ്ഞ് പയ്യെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു ഇതിന്റെ ഒരു ഏരിയ. ഹലോ ഗൈസ്, ഡേ 2. നമ്മളിന്ന് ബ്രഹ്മഗിരി ഹിൽസിലാണ് കയറാൻ പോണത്. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വെളിച്ചമാവണുള്ളൂ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കാണ്. അങ്ങനെ വലിയൊരു യാത്രയായിരുന്നു ഇങ്ങോട്ട് വരാനുള്ളൊരു ഇത്. ഇവിടെയൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഉള്ളേരിയാണ് എന്നുവെച്ചാൽ ഊബർ ഇല്ല. ഊബറൊന്നും ഈ സമയത്ത് കിട്ടില്ല. ആകെ ഉള്ളതൊരു ഊബറാണ്, അതും ഇല്ല. ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ഇല്ല. എന്നുവെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ട്. പക്ഷെ പൈസ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് റൂമിൽ വെച്ചേക്കാണ് ബാഗിൽ. ലിക്വിഡ് ക്യാഷ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം, ഹാർഡ് ക്യാഷ്. അങ്ങനെ ഇവിടെ ഇപ്പോൾ സൺറൈസ് ആവാറായി. ഞാൻ എന്താവും അറിഞ്ഞൂടെ ഇന്നത്തെ ഒരു ഇത്.
ബാക്കിൽ നിന്നൊക്കെ കാണാം കുറച്ച് സൺറൈസ് കേട്ടോ. പിന്നെ ഇതൊരു അത്യാവശ്യം നല്ല വലിയ ട്രക്കാണ് ഇന്നത്തെ. നോക്കാം, പോണ വഴി കാഴ്ചകളൊക്കെ കാണാം. സൺറൈസ് ആവണുണ്ട്. ഇത് ഹരിഹർ ഫോർട്ടാണോ എന്നൊരു സംശയം. गाडी ना थोडी जास्त गरम झाली बरं का. आता हात लावते. നമ്മളിപ്പോൾ ബ്രഹ്മഗിരിയിൽ കയറി ഇറങ്ങി. നമ്മൾ അങ്ങനെ കുറേ വ്ളോഗൊന്നും എടുത്തില്ല. ഫോൺ പിടിച്ചോ. പിന്നെന്താ, കയറി ഇറങ്ങി. നമ്മൾ ഇറങ്ങി ഒരു 1 hour കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ കിടന്നു കുറേ നേരം, റിലാക്സ് ചെയ്ത്. ഇത് ഫുൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബ്രഹ്മഗിരിയിൽ ഫുൾ സ്റ്റെപ്സാണ്. സ്റ്റെപ്പിലാണ് നമ്മൾ കയറുക. അവർ സ്റ്റെപ്പിൻ്റെ വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എത്താറാവുമ്പോൾ മാത്രം കുറച്ച് സ്റ്റീപ്പ് സ്റ്റെപ്സ് ഉള്ളൂ. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. പിന്നെ ഇത്തിരി വഴുവഴുപ്പൊക്കെ ഉണ്ടായിരുന്നു പോണ വഴിക്ക്, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുരങ്ങന്മാരും അതിൻ്റെ എല്ലാം കൂടെ. അത് കാരണം നമ്മൾ അങ്ങനെ വ്ളോഗൊന്നും എടുത്തില്ല. നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മൾ പയ്യെ റിലാക്സ് ചെയ്തിട്ടാണ് ഇറങ്ങണത്. ഇപ്പോൾ ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയതാ. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മളിപ്പോൾ നാഷിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ത്രിഭംഗേശ്വറിൻ്റെ ഫുൾ കഴിഞ്ഞു. അതായത് ഹരിഹർ ഫോർട്ടും ബ്രഹ്മഗിരിയും കവർ ചെയ്ത് ത്രിഭംഗേശ്വർ അമ്പലം ഇത്ര സംഭവങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്കിനി പോകേണ്ടത് ഔറംഗാബാദിലോട്ടാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ബസ് പിടിച്ച് നാഷിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഒരു 3:30 നമ്മുടെ ട്രെയിൻ. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ക്ലോക്ക് റൂമിൽ ലഗേജൊക്കെ വെച്ച് എന്നിട്ട് പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു സമാധാനമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നത്. അതെ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് താജ്മഹലല്ല, ഇതൊരു മിനി താജ്മഹലാണ്. ബിബി കാ മക്ബറ ഔറംഗാബാദിലാണ് ഇതുള്ളത്. നമ്മളിവിടെ എത്തി. നേരത്തെ എത്തി. നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് കാണാൻ വന്നു. ഷായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് പോകും. നമ്മൾ ഇപ്പോൾ സമയത്ത് 8:30 നൈറ്റ് വ്യൂ ഒക്കെ കാണിച്ചു തരാം. ശരി. ഇവിടെ എന്തോ ഉണ്ട്. എന്താ സംഭവം മനസ്സിലാവണില്ല. ഹലോ, നമ്മുടെ 3rd ഡേ ആണിന്ന്. ഇന്ന് നമ്മൾ ഔറംഗാബാദിലാണ്. ഇവിടെ നമ്മൾ എല്ലോറ കേവ്സ് വിസിറ്റ് ചെയ്യാനാണ് വന്നേക്കണത്. നമ്മൾ ബസ്സിൽ വന്നു. ഔറംഗാബാദ് സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സുണ്ട്. എപ്പോഴും ബസ്സുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഫുഡ് കഴിച്ചതൊക്കെ ഇവിടെ വന്നിട്ടാണ്. നമ്മൾ ദോശയാണ് കഴിച്ചത്. ദോശ എന്നിട്ടിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. എല്ലോറ കേവ്സ് ഒരു ദിവസം മൊത്തം കാണാനുള്ളതുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചെന്നിട്ട് നമുക്ക് നോക്കാം.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ട്രാവൽ ചെയ്യണം, ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യണം. ചേട്ടന്മാരൊക്കെ പരിചയപ്പെട്ട് നമ്മൾ കാണിച്ചു തരാം. ചേട്ടാ ഒരു ഹായ്. ഈ അവിടെ അല്ല, ഇതാണ് മനുവേട്ടൻ, ഇത് അജയേട്ടൻ, ഇത് റിച്ചിയേട്ടൻ. അയ്യോ ബെൻഗനോ അത് മറ്റോളെ കൂടെ പോയി പോയി. അത് വാരണാസിക്ക് പോകാനുള്ളതാണ്. ഫൈബറാ ഇവിടൊന്നും കഴിച്ചില്ലല്ലോ. ഫൈബർ കഴിച്ചില്ല. കറക്കിന് കഴിച്ചോ? നേരത്തെ തിന്നില്ലേ നമ്മൾ കഴിച്ചില്ലൊന്നും. ശരീരത്തിന് ആവശ്യമുണ്ട് കഴിക്കാം. എന്തെങ്കിലും ഒരു ഇതിട് ഹെൽമെറ്റ് വെച്ചാൽ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മുംബൈ. മുംബൈയിലെത്തി. എന്റെ സ്ഥലം ഇനി അലീനയുടെ നമ്മളെ വഴികാട്ടാൻ പോണത് ഇവിടെ നിന്ന്. ഇനി എന്റെ വെള്ളയാട്ടം. അതാണ് നമുക്കൊരു ഭയം. പക്ഷെ കുഴപ്പമില്ല. എന്നിട്ട് ഇവിടുന്ന് ദാദറിലാണ് ഇറങ്ങിയത്. ഇപ്പൊ ലോക്കൽ ട്രെയിൻ കയറി നമ്മള് മെയിൻ സ്റ്റേഷനായിട്ടുള്ള CSTക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഔറംഗാബാദിന്ന് CSTയിലോട്ടുള്ള ട്രെയിനാണ് വന്നത്. പക്ഷെ ആ CSTയിൽ ആണ് ലാസ്റ്റ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്, അത് അവർ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ദാദറിൽ ഇറങ്ങി ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് CSTയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ജേണി ആയിരുന്നു. ഞങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ സുഖമായിട്ട് കിടന്നു വന്നു. എവിടെ കിടന്നു? ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കിടന്നില്ലേ? ജനറലും സ്ലീപ്പറും തമ്മിലൊന്നും ഒരു വ്യത്യാസം ഇല്ലായിരുന്നു. ഒരു 5:45 ആയിട്ടുള്ളൂ. നമ്മളിവിടെ എത്തി. നേരമൊന്നും വെളുത്തിട്ടില്ല. ഈ മുംബൈ കാഴ്ചകൾ അതെ, എന്തൊക്കെ കാണാൻ കിടക്കണ. ഇനിയാണ് എന്റെ റോള്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ മുനിസിപ്പൽ കോർപ്പറേഷൻ ടൂർ ഗൈഡ് അല്ലേ പറഞ്ഞു? ഇതാണ് കാണേണ്ടത്. ഈ ഭാഗമൊക്കെയാണ് കുറുപ്പ് സിനിമയില് കാണിക്കണത്. അതൊക്കെ ഇതാ ഇതിൽ കൂടെ നടന്നു പോണേ. ഹായ്. ഇന്ന് എൻ്റെ സ്ഥലത്താണ്. ഇന്ന് നമ്മള് വാക്ക് ഇൻ മുംബൈ വിത്ത് അലീന, ടൂർ ഗൈഡ് അലീന. ഇവിടെ വരുന്ന എല്ലാരും അലീനെ സമീപിച്ചാൽ മതി. ആഗ്രഹം എന്റെ ഫ്രണ്ട്സ് ഒക്കെ മുംബൈക്ക് വരണം, എന്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ മുംബൈക്ക് വരണം. നമ്മളെ ലാസ്റ്റ് ഡേ ഇന്ന് രാത്രിയാണ് നമുക്ക് റിട്ടേൺ ബാംഗ്ലൂരിലോട്ട്. അപ്പൊ നമ്മൾ ബോംബെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. വന്ന് ഫ്രഷ് ആയി അടിപൊളി കട്ടൻ ചായ കിട്ടും. അതെ, ഇന്നലെ ജനറൽ വന്നതിന്റെ ക്ഷീണം ഒന്ന് തീർത്ത് ഞങ്ങൾ രാവിലെ എത്തിയപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ഡേ പോയിന്ന്. ചത്താണ് ഞങ്ങൾ എത്തിയത് ഇവിടെ. പക്ഷെ നമ്മള് കുളിച്ചു ഫ്രഷായി വന്നപ്പോഴേക്ക് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ. സർഗാരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് ദൈവമേ. We met one friend here. New friend. ചേച്ചി എന്നാ ഉണ്ട് വിശേഷം? ഒന്നുമില്ല.
Her husband is actually a My Malayan. husband is from Fort Kochi. Fort Kochi. But now I think he's with the good Lord, or where is he with devil, I don't know. Okay. So you used to visit Fort Kochi during that Many time? times. Okay. Lovely. I learned swimming over there only. Oh yeah. And where are you staying? Here only. Yatri. Yatri. dormitory. That is also Malayali. Yeah. That's why we went there. Nice, safe place. Okay. ബൈ. Okay, we'll see you. Bye bye. Bye, Take care of bye. yourself. പുട്ട് നമ്മുടെ ബോംബെ റെസ്റ്റോറൻറ്റിലെ പുട്ടാണ് പുട്ട്. ഇപ്പോഴാണ് എനിക്ക് സന്തോഷമൊക്കെ വന്നിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാ. കപ്പലിന്റെ മിഠായിലും ബിസ്ക്കറ്റിലും ബിസ്ക്കറ്റ്, ബ്രെഡ് കഴിക്കാത്ത ഞാൻ ബ്രെഡും കഴിക്കായിരുന്നു. ആയിരുന്നു ഇത്ര ദിവസം നമ്മൾ സർവൈവ് ചെയ്തത്. ഇപ്പൊ ഇത് കണ്ടപ്പോ നമ്മളിവിടെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കട്ടൻ ചായ ഉണ്ടോ. ചായ വന്നിട്ടില്ല. ചായ അതാണ് സൂപ്പറാണ്. നമ്മള് ബീഫ് റോസ്റ്റും ചിക്കൻ കറി വരും സൂപ്പറാണ്. നമുക്ക് 1 TB ഒന്നും ഇല്ലാട്ടോ, ഒരുപാട് അങ്ങോട്ട് എടുക്കണ്ട വീഡിയോസ്. അഹങ്കാരികൾ എടുക്കണോ? ചായ താജ് ചായ വെച്ച് വാങ്ങിച്ചു തരാം എനിക്ക്. ഇല്ല ഇല്ല. You're in the city of dreams. എന്തൊക്കെ ഷോപ്പ് ചെയ്തു. നമ്മള് കൊളാബയിൽ പോയിട്ട് നല്ലോണം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ടിപ്പോൾ തിരിച്ച് ബസ് കയറിയിട്ട് ഫാഷൻ സ്ട്രീറ്റിലോട്ട് പോകാൻ പോകും. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര നല്ല കൾച്ചറാണല്ലോ, മിണ്ടാണ്ടിരിക്കുന്നു ബസ്സിൽ. അതന്നെ, നമുക്ക് വളരെ കുറച്ച് മണിക്കൂറുകളെ ബോംബെയിൽ സ്പെൻഡ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫാഷൻ സ്ട്രീറ്റിലോട്ട് പോകുന്നു. കുറെ സ്ഥലങ്ങൾ കാണാനില്ലേ. അതെ, അല്ല മെയിൻ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഈ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടിൽ നമ്മ മാത്രമാണ് സംസാരിക്കണം. നാട്ടിലൊക്കെ ആയിരുന്നു. നമുക്ക് പിന്നെ ഒരു അടിപൊളി ഗൈഡിനെ കിട്ടിയതുകൊണ്ട് എല്ലാം സ്മൂത്ത് ആയിട്ട് ഒരു വക ബോധവും ബുദ്ധി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തിരിച്ചെടുത്തേക്കുന്നു. നിങ്ങളിങ്ങനെ എന്ത് ചെയ്ത് ഞാൻ ടേക്ക് കെയർ ചെയ്തല്ലേ ഞാൻ നിങ്ങളെ ഞാനും സർഗിയും വഴിയാധാര അയ്യനെ പിന്നെ ഞങ്ങള് കൊട്ടി ബോധം വരുത്തി. ഞാൻ അത്യാവശ്യം നല്ലോണം ടേക്ക് കെയർ ചെയ്തിട്ടാണ് കൊണ്ടുനടക്കുന്നത്. ഇപ്പോഴാണ് ബോധം വന്നേക്കണ. ഇത്ര നേരം വന്നിച്ചിരിക്കരുത്. അതിൽ ഗൈസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. 5-6 ചായ രാവിലെ തന്നെ ഒറ്റ ട്രിപ്പിന് കുടിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് ഉണർന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കുറച്ച് ബസ് കാഴ്ചകൾ കാണാം. സെൽഫി എടുത്തോ? ഗുഡ് മെമ്മറീസ്, ഗുഡ് ട്രിപ്പ്. യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കണ്ട കേട്ടോ. ഗുഡ് മെമ്മറീസ്, ഗുഡ് ട്രിപ്പ്, ബി ഹാപ്പി. എന്താ അത് ശരിയാ. അത് ഞാൻ സർഗയുടെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ട്രെയിൻ എടുത്ത് പറയാനൊന്നും പറ്റിയില്ല. കുഴപ്പമില്ല.